പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി 11 സർക്കാർ ആശുപത്രികളാണ് തീർത്ഥാടകർക്കായി പ്രത്യേക ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയത്. നിസ്സാര രോഗങ്ങൾ മുതൽ ഹൃദയാഘാതം പോലെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് വരെ ചികിത്സ നൽകി. അലോപ്പതി ആശുപത്രികൾ മുഖേന 3.5 ലക്ഷം തീർത്ഥാടകർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കി. ആയുർവേദ, ഹോമിയോ ആശുപത്രികൾ മുഖേനയും ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ചികിത്സ നൽകാൻ സാധിച്ചു. കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടത്തിയത്. വിപുലമായ ആംബുലൻസ് സർവീസസ്, ഡോക്ടേഴ്സ്, മരുന്നുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മണ്ഡലകാലം ആരോഗ്യവകുപ്പ് വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, പരിശീലനങ്ങൾ നടത്തിയിരുന്നു. മറ്റു വകുപ്പുകളുമായിട്ട് ചേർന്നുകൊണ്ട് വോളണ്ടിയേഴ്സിനും മറ്റ് ഓഫീസേഴ്സിനും പരിശീലനം നൽകിയിരുന്നു. അതോടൊപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അടുത്ത തീർത്ഥാടന കാലത്ത് തന്നെ നിലയ്ക്കലിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രി നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഒരു പുതിയ ആശുപത്രി കൂടി നിലയ്ക്കലിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലം ദേവസ്വം ബോർഡ് ഇപ്പോൾ ഏതാണ്ട് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. മികച്ച ആരോഗ്യ സേവനം നൽകിയ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. കേരള ന്യൂസ്, പത്തനംതിട്ട.